സർക്കാരിനെതിരെ സമസ്ത നിലപാട് സ്വീകരിക്കുന്നതിന്റെ സൂചനകൾ പുറത്തുവരുന്നു. സർക്കാരിൽ സംഘപരിവാർ ബന്ധമുള്ളവർ ഉണ്ട്, അത്തരം നിയമനങ്ങളുണ്ട് എന്നത് ആരോപണമായി വന്നിരുന്നു. സംഘപരിവാർ ബന്ധമുള്ളവരെ സർക്കാരിന്റെ ഉന്നത പദവിയിൽ ഇരുത്തുന്നുവെന്ന വിമർശനം ഉയർത്തുകയാണ് സമസ്ത. UDF ഇക്കാര്യം ഗൗരവത്തിലെടുക്കണം. നേരത്തെ വർഗീയതയ്ക്കെതിരെ സന്ധി ചേരുന്ന ഉറച്ച നിലപാടെടുത്ത ആളാണ് മുഖ്യമന്ത്രി. അതിൽ നിന്നും വ്യതിയാനമുണ്ടായോ എന്ന് UDF വ്യക്തമാക്കണമെന്നാണ് അബ്ദുൾ സമദ് പൂക്കോട്ടൂരിന്റെ ഇപ്പോഴത്തെ പ്രതികരണം. സംഘപരിവാറുമായുള്ള ഈ ഇത്തരത്തിലുള്ള വ്യാപകമായ പ്രചരണം നടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് UDF ഗൗരവത്തിലെടുക്കുമെന്നും ചർച്ച ചെയ്യുമെന്നും അതിന് തീരുമാനമുണ്ടാവുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ജനാധിപത്യ രീതിയിൽ സൗഹൃദപരമായി കൊണ്ടുപോകണം എന്നതിൽ നിശ്ചയദാർഢ്യതയുള്ളൊരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ അദ്ദേഹത്തിൽ നിന്ന് വന്നിരുന്നു. വ്യതിരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് തീർച്ചയായും നമ്മുടെ കടമയാണ്. അതാണ് ഇപ്പോൾ UDF ചേർന്നുകൊണ്ട് അവർ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സമസ്തയുടെ അബ്ദുൾ സമദ് പൂക്കോട്ടൂരിന്റെ ഈ പ്രതികരണം, ആ പ്രതികരണത്തിൽ സമാനമായ ഒരു പ്രതികരണം മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. സർക്കാർ പ്ലീഡർമാരുടെ നിയമനത്തിൽ വിമർശനം ഉന്നയിക്കുന്നതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സംഘപരിവാർ നേതാക്കൾ നിരങ്ങുന്നു എന്നാണ് റിയാസ് പറയുന്നത്. സർക്കാർ പ്ലീഡർമാരിൽ 31 പേരുടെ നിയമനമാണ് ഇപ്പോൾ നടന്നത്. BJP പ്രവർത്തകൻ ശരത്തിനെ നിയമിച്ചു. നടക്കുന്നത് തിരുത്തലിന്റെ ഘോഷയാത്രയെന്നും റിയാസ് പറഞ്ഞു. ABVPയുടെ സജീവ പ്രവർത്തകനായ ഈ വ്യക്തിയെ എങ്ങനെയാണ് മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന നിയമവകുപ്പിന്റെ ഭാഗമായുള്ള ഹൈക്കോടതിയിലെ ഗവൺമെന്റിന്റെ പ്ലീഡർമാരെ നിശ്ചയിക്കുന്ന പട്ടികയിൽ ഇടം കണ്ടെത്തിയത്? പ്ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിന്റെ ശബ്ദമാണ്. അവിടെ ഇതുപോലുള്ള BJPയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ നിയമിക്കുന്നതിലൂടെ വളരെ ഗൌരവമേറിയ ഒരു പ്രശ്നമായി ഇത് കാണേണ്ടതുണ്ട്. ഇതിൽ മുഖ്യമന്ത്രി മറുപടി പറയണം, KPCC ഇതിനകത്ത് മറുപടി പറയണം, AICC ഇതിൽ നിലപാട് വ്യക്തമാക്കണം. ഒരു മന്ത്രി ഇത് പരിശോധിക്കുന്നു പറഞ്ഞത് പരിശോധിക്കട്ടെ. എന്നാൽ ഇത് എന്തൊരു തിരുത്തലാണ്? ഞാൻ നിയമസഭയിൽ പറഞ്ഞ പോലെ തിരുത്തലുകളുടെ ഒരു ഘോഷയാത്രയല്ലേ നടക്കുന്നത്. ഇങ്ങനെയുണ്ട് തിരുത്തൽ, ഓരോ ദിവസം 2 തിരുത്തലാണ്. കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദാണ് കോഴിക്കോട് നിന്ന്. ഷഹീദ്, സമസ്തയുടെ സ്വരം അതേ സ്വരം തന്നെ PA മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മുഖ്യമന്ത്രിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വസ്തുതാപരമായി ഏത് നിലയിലാണ്, ഏത് നിയമനം, അക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ 2 വിമർശനങ്ങളും വരുന്നത്? രതീഷ്, സമസ്തയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിമർശനം വളരെ ശ്രദ്ധേയമാണ്. സമസ്തയുടെ ലീഗ് അനുകൂല വിഭാഗം, അതിലുള്ള പല ശാക്തിക ചേരികൾ ലീഗ് അനുകൂല വിഭാഗത്തിലൊരു നേതാവ് കൂടിയാണ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. അദ്ദേഹമാണ് ഇക്കാര്യം പരസ്യമായി വിമർശിച്ചത്. അതായത് സർക്കാർ കേന്ദ്രങ്ങളിൽ സുപ്രധാനമായ തസ്തികകളിൽ സംഘപരിവാർ ബന്ധമുള്ളവരെ തുടർച്ചയായി നിയമിക്കപ്പെടുന്നു എന്ന ആക്ഷേപം ഇപ്പോൾ അന്തരീക്ഷത്തിൽ വളരെ ഗൗരവമായി ഉയർന്നു വരുന്നുണ്ട്. ഇക്കാര്യം UDF പരിശോധിക്കും, UDF അത് ചർച്ച ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചർച്ച ചെയ്യുമെന്ന് തങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതിനകം തന്നെ അവർ പരാതിയായി UDFൽ അത് എത്തിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു പരാതിയായി നൽകിയിട്ടുണ്ടെന്ന് വേണം അതിൽ നിന്ന് വ്യക്തമാക്കാൻ. അങ്ങനെ ചർച്ച ചെയ്യും, പരിശോധിക്കും. ഇക്കാര്യം UDFൽ മുസ്ലിം ലീഗ് ഉന്നയിക്കുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെ വിരൽ ചൂണ്ടിക്കൊണ്ട് വളരെ ശക്തമായ ഒരു വിമർശനം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. സംഘപരിവാറിനെതിരെ, വർഗീയ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവായിരിക്കും അദ്ദേഹം UDFനെ നയിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. അതിൽ നിന്നും പിന്നോക്കം പോയോ എന്നുള്ള കാര്യവും UDF ചർച്ച ചെയ്യട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് അദ്ദേഹം പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വസ്തുതാപരമായി നിയമനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? ഇന്ന ആളുകളെ, ഇപ്പോൾ സംഘപരിവാർ ബന്ധമുള്ള ഇത്ര ആളുകളെ ഇത്ര പോസ്റ്റുകളിൽ വച്ചു, അങ്ങനെ പറയുന്നുണ്ട്? അതോ കാടടച്ചുള്ളൊരു വെടി പോലുള്ളൊരു ആരോപണമാണോ? ഇപ്പോൾ PA മുഹമ്മദ് റിയാസ് ഈ പ്ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു പേര്, ശരത്ത് എന്നൊരു പേര് പരാമർശിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രി ഓഫീസിൽ സംഘപരിവാർ അനുകൂലികൾ കയറിയിറങ്ങി നടക്കുകയാണ് എന്ന്. ഇക്കാര്യത്തിൽ വസ്തുതാപരമായി ഇന്ന കാര്യങ്ങളിൽ പ്രശ്നം പറ്റി എന്ന് പറയുന്നുണ്ടോ? രതീഷ്, സമസ്ത മുന്നോട്ട് വെക്കുന്ന വിമർശനത്തിൽ അത് PM ശ്രീയുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുണ്ട്. അത് കോൺഗ്രസിൽ ഉയർന്ന വിമർശനമാണ്, അത് അന്തരീക്ഷത്തിലുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും റിയാസ് ഉന്നയിച്ചത് ഗവൺമെന്റ് ലീഡറായിട്ട് ശരത്ത് എന്നൊരാൾ നിയമിക്കപ്പെട്ടു, PS ശരത്തിനെ നിയമിക്കപ്പെട്ടു. അത് മുൻപ് ABVP തൃശ്ശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ ABVPയുടെ നേതാവായിരുന്നു. BJPയുടെ ക്രിമിനൽ കേസുകളിലൊക്കെ കോടതിയിൽ സ്ഥിരമായി ഹാജരാകുന്ന, BJPക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ, അങ്ങനെ വളരെ അടുത്ത BJP ബന്ധമുള്ള ഒരാളാണ്. അയാളാണ് ഇപ്പോൾ ഗവൺമെന്റ് സീനിയർ പ്ലീഡറായി ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിലുള്ളത് എന്നാണ് റിയാസ് ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ ദേവസ്വം ബോർഡിലേക്ക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായൊക്കെ നിയമിച്ചത് വിവാദമായിരുന്നു. അത് പിന്നീട് സർക്കാർ പിൻവലിച്ചെങ്കിൽ കൂടി അത്തരത്തിൽ സർക്കാരിൻ്റെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിക്കപ്പെടുന്ന, അല്ലെങ്കിൽ സർക്കാർ അഭിഭാഷകരായി ഹൈക്കോടതിയിലും മറ്റു കോടതികളിലും ഒക്കെ ഹാജരാകേണ്ട ആളുകൾ ഇങ്ങനെ സംഘപരിവാർ ബന്ധമുള്ളവരാകുന്നു എന്നുള്ള വിമർശനവും അന്തരീക്ഷത്തിലുണ്ട്. ഇന്ന് ഈ ശരത്തിൻ്റെ കാര്യം ഇന്നിപ്പോൾ PM റിയാസ് പ്രത്യേകം മാധ്യമങ്ങളോട് ഇക്കാര്യം വിശദീകരിക്കുകയുണ്ടായി. അങ്ങനെ ഈ കാര്യങ്ങൾ ഈ ശേഷാദ്രി
മാതിരി അതിൻ്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് നേരത്തെയുള്ള ചില മുഖ്യമന്ത്രിയുമായി ആർ വി ബാബു, ഒരു ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബു കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട ഒരു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചിത്രം ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം സമസ്ത വിമർശനം ഉന്നയിക്കുന്നത് കാരണമാണ്. ഇന്ന് മുൻ മന്ത്രി റിയാസും ബേപ്പൂർ MLA കൂടിയായ റിയാസ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ഈ ഗവൺമെന്റ് ബിൽഡർമാരുടെ വിഷയത്തിൽ സർക്കാർ വളരെ കൃത്യമായ രീതിയിലുള്ള സംഘപരിവാർ അനുകൂലികളെ തിരികെ കയറ്റാനുള്ള ശ്രമം നടത്തുന്നു എന്ന് ഈ ശരത്തിന്റെ പേരെടുത്ത് പറയുന്നു. അദ്ദേഹം മറ്റ് പലതുമുണ്ട്, വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അറിയിക്കാമെന്നും റിയാസ് വ്യക്തമാക്കുന്നുണ്ട്.